ഈ ടിക്കറ്റ് റേറ്റ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാം എന്ന് കരുതിയിട്ട് കാത്തിരിക്കുന്നവരോടാണ് അങ്ങനെ ടിക്കറ്റ് റേറ്റ് കുറയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വരുന്ന ഒരു 3-4 മാസത്തേക്കൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട എന്നുള്ളതാണ്. മിക്ക GCC രാജ്യങ്ങളിലേക്കുള്ള ഇപ്പോൾ എയർലൈനുകളുടെ ഒക്കെ തന്നെ ഓപ്പറേഷൻസ് ഒന്നും ഫുള്ളി ഓപ്പറേഷൻസ് ആയിട്ടില്ല. ലിമിറ്റഡ് ഓപ്പറേഷൻസ് മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റുകൾക്ക് ഹൈ ഡിമാൻഡാണ്, റേറ്റ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള എയർലൈനുകൾക്ക് ഇപ്പോൾ ഫ്യൂവൽ സർചാർജ് ഭയങ്കരമായിട്ട് കൂട്ടി, അതുകൊണ്ട് എയർലൈനുകളും ടിക്കറ്റ് റേറ്റ് കൂട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് സീസൺ വരികയാണ്, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെയാണ്, പല GCC രാജ്യങ്ങളും നാട്ടിലേക്കും അവിടുന്ന് തിരിച്ചുമുള്ള ടിക്കറ്റുകൾക്ക് റേറ്റ് എന്തായാലും കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജൂലൈ മാസത്തേക്കൊക്കെ ടിക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഡേറ്റിനോടനുബന്ധിച്ച് നിങ്ങൾ നോക്കിയാലും റേറ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ളൊരു കാര്യം, യാത്രകൾ മാറ്റി വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി എയർലൈൻ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് സ്റ്റേബിളായി എല്ലാ എയർലൈൻസും ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സീറ്റ് അവൈലബിലിറ്റി കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു നേരിയ കുറവുണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ല, കയ്യിൽ പൈസയുണ്ട്, ലീവുണ്ട്, നാട്ടിലേക്ക് എന്തായാലും പോകണം, ടിക്കറ്റ് എടുക്കാൻ റെഡി ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു വയ്ക്കാം. ആൻഡ് ഇപ്പോൾ എയർലൈൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലം കൊണ്ടാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആവുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫുൾ റീഫണ്ട് അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് റീസ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്.